തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് CPM. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ ഏറെ പിന്തുണച്ച തിരുവനന്തപുരം ജില്ലയിലും ഇത്തവണ തിരിച്ചടിയുണ്ടാകുമെന്ന ഭയം പാർട്ടിക്കുണ്ട്. അതിനാൽ ഇക്കുറി പരീക്ഷണത്തിന് മുതിരേണ്ടെന്ന തീരുമാനത്തിലാണ് CPM. പ്രശാന്ത് ശങ്കരമഠത്ത് വീട് നൽകും. പ്രശാന്ത്, നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വലിയ തിരിച്ചടിയാണ് CPM നേടിയത്, BJP എത്രത്തോളം വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്ക് കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ എത്രത്തോളം വലിയ വിഷയങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ശബരിമല സ്വർണ്ണക്കവർച്ച അടക്കം. ഈ ഒരു ഘട്ടത്തിൽ CPM കനത്ത തോൽവി ആയിരിക്കും ഫലം എന്നൊരു പേടി CPM-നുണ്ട്. ആ ഒരു പേടിയെ മറികടക്കാൻ നടത്തുന്ന നാടകങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. വീണ് കിട്ടിയൊരു അവസരം പോലെ ആരോഗ്യമന്ത്രിയുടെ ഒരു ആക്രമണം കിട്ടുന്നു. ആ ഒരു സംഭവം എത്രത്തോളം വലിയൊരു വിഷയമാക്കാൻ CPM ശ്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്തൊക്കെ നീക്കങ്ങളാണ് ഇപ്പോൾ ഒരു CPM നടത്തുന്നത്? വിവരങ്ങൾ. അമൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇടതുമുന്നണി കടന്നിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോഴും തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തലസ്ഥാനത്തെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയമാണിപ്പോൾ CPM-ന് തലവേദനയായി നിൽക്കുന്നത്. അത് എങ്ങനെ സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്ന കാര്യത്തിലെല്ലാം വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള വലിയ മുന്നേറ്റമാണ് BJP കാഴ്ചവെച്ച മുന്നേറ്റം. അത് നഗരസഭ BJP പിടിച്ചടക്കുന്നൊരു സാഹചര്യമുണ്ടായി. നഗരസഭയിലേക്ക് BJP-യുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മറ്റ് ഗ്രാമീണ മേഖലകളിലേക്ക് പോകുകയാണെങ്കിൽ 5 പഞ്ചായത്തുകളിൽ, തിരുവനന്തപുരത്ത് തന്നെ 5 പഞ്ചായത്തുകളിൽ BJP വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. 5 പഞ്ചായത്തുകളിൽ BJP-ക്കാണ്, ഭരിക്കുന്നതും BJP തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടി തലസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു മുന്നേറ്റം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുള്ളതിൽ 14 മണ്ഡലങ്ങളിൽ 13 വലിയ മുന്നേറ്റം CPM-ന് ഇടതുമുന്നണിക്ക് കാഴ്ചവെച്ചിരുന്നു. അതായത് വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അത് 2026 എത്തുമ്പോൾ ആ വിജയം ആവർത്തിക്കുമോ എന്നൊരു ആശങ്ക CPM-നുണ്ട്. കാരണം ആ വിജയം ആവർത്തിക്കുമോ എന്ന ആശങ്കയ്ക്ക് കാരണം പോലും ഇത് BJP കൈവരിക്കുന്ന ഒരു വലിയ മുന്നേറ്റമാണ്, BJP-യുടെ അടിത്തറ ശക്തമാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ പല മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്ക CPM-നെ ഇപ്പോൾ അലട്ടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വിജയസാധ്യത പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ CPM-ന്റെ തന്നെ പരമ്പരാഗത മണ്ഡലം എന്നൊക്കെ അവർ അവകാശപ്പെടുന്ന വട്ടിയൂർക്കാവിലായാലും ശരി, നേമത്തായാലും ശരി, അതോടൊപ്പം തന്നെ കഴക്കൂട്ടമായാലും ശരി, ഈ മണ്ഡലങ്ങളിലൊന്നും ഇനി വിജയിക്കാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. കാരണം കഴക്കൂട്ടത്തായാലും ശരി വലിയ രീതിയിലുള്ള മുന്നേറ്റം BJP നേരത്തെ കാഴ്ചവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും നേമത്താണ് ആദ്യമായി താമര വിരിയുന്നത്. അങ്ങനൊരു സാഹചര്യം നിൽക്കുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ചെറിയൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടുന്ന് സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ 5-ലധികം സ്ഥലങ്ങളിൽ BJP-ക്ക് വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ CPM വൃത്തങ്ങളിൽ നിന്ന് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വെല്ലുവിളിയായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ റിസ്ക് എടുക്കേണ്ട എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളടക്കം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നൊരു വിലയിരുത്തൽ അവിടെ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ തിരിച്ചടിയായി മാറും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ 14 മണ്ഡലങ്ങളുള്ളതിൽ 14 മണ്ഡലങ്ങളിൽ നിന്നും നേരത്തെ കഴിഞ്ഞ തവണ എങ്ങനെയാണോ വിജയിച്ചത് ആ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അലയടിക്കുന്നൊരു സാഹചര്യമുണ്ട്. ക്ഷേമ പെൻഷൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഈ 2 വർഷത്തെ, അതായത് 2 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 തവണ, ഒന്നാം പിണറായിയുടെയും 2ാം പിണറായി സർക്കാരിൻ്റെയും വികസന നേട്ടങ്ങളെല്ലാം കൂടെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നേട്ടങ്ങളൊന്നും ജനങ്ങൾ കൈക്കൊണ്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രശാന്ത്, അത് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ ആഘാതം. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ അലയടികൾ അവസാനിക്കുന്നില്ല. വലിയ ആശങ്കയാണ് ഇപ്പോഴും CPM-നുള്ളത്. പ്രത്യേകിച്ച് അനന്തപുരിയിലേക്ക് വരുമ്പോൾ, തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ആ അങ്കലാപ്പ് സ്വാഭാവികമായും കൂടും. കാരണം മുന്നിലുള്ളത് കോൺഗ്രസ് അല്ല, BJP-യാണ്, NDA-യാണ്.